ഇതാരംഭിക്കുന്നതിന് മുൻപായി ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനായി അഭ്യർത്ഥിക്കുന്നു. കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്നത് അധിക സമയമെടുക്കുന്ന പ്രോസസ് ആണ്. ടൈപ്പിംഗ് ജോലികൾ വേഗത്തിൽ ചെയ്യുവാനായി നമ്മുടെ തന്നെ വോയിസ് കൺവെർട്ട് ചെയ്ത് ടെക്സ്റ്റ് ആക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ്. അതിനായി നിരവധി സോഫ്റ്റ്വെയറുകൾ ഇന്ന് ലഭ്യമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ടൈപ്പിസ്റ്റുകൾക്ക് മലയാളവും ഇംഗ്ലീഷും മാറി മാറി ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇത് ഏറെ ബുദ്ധിമുട്ട് ഉളവാക്കുന്നതാണ്. ഇതിനൊരു പരിഹാരമാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായി ഷെയർ ചെയ്യുക. ഇതിന് നിങ്ങൾക്ക് ഒരു മൊബൈൽ ഹെഡ്ഫോണോ അല്ലെങ്കിൽ ഒരു മൈക്രോഫോണോ ഉണ്ടായാൽ മതി. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഹെഡ്ഫോണാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്ന ഓക്സിലറി പോർട്ട് ശ്രദ്ധിക്കുക. ഒറ്റ ഓക്സിലറി പോർട്ട് ആണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഹെഡ്ഫോൺ ആ പോർട്ടിലേക്ക് ഡയറക്റ്റായി കണക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ചില കമ്പ്യൂട്ടറുകളിൽ ഇതേപോലെ രണ്ട് ഓക്സിലറി പോർട്ടുകൾ കാണാം. ഒന്ന് മൈക്രോഫോൺ എന്നും രണ്ടാമത്തേത് ഹെഡ്ഫോൺ എന്നും. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ മൊബൈൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്നതിനായി ഈ കാണിച്ചിരിക്കുന്ന അഡീഷണൽ കേബിൾ ആവശ്യമാണ്. ഗ്രീൻ കളർ കാണുന്ന പിന്ന് ഗ്രീൻ കളർ സോക്കറ്റിലും റെഡ് കളർ കാണുന്ന പിന്ന് റെഡ് കളർ സോക്കറ്റിലും കണക്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ഹെഡ്ഫോൺ ഈ കാണിച്ചിരിക്കുന്ന വിധത്തിൽ കണക്ട് ചെയ്യുക. നേരെമറിച്ച് നിങ്ങളുടെ കയ്യിൽ ഒരു USB മൈക്കാണ് ഉള്ളതെങ്കിൽ അത് നേരിട്ട് കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും ഒരു USB കണക്ടറിലേക്ക് കണക്ട് ചെയ്താൽ മതിയാകും. ഇതെല്ലാം ക്രമീകരിച്ചതിനു ശേഷം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിൽ ഈ കാണുന്ന 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗൂഗിൾ ഡോക്സ് എന്ന ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഡോക്സിലേക്ക് പ്രവേശിക്കുക. അതിൽ ഈ കാണുന്ന പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്താൽ പുതിയ ഡോക്യുമെന്റ് ഓപ്പണായി വരുന്നതായിരിക്കും. മുകളിൽ കാണുന്ന ടൂൾസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിലെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ കാണുന്ന വോയിസ് ടൈപ്പിംഗ് എന്നു കാണിച്ചിരിക്കുന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഇടതുഭാഗത്തായി വോയിസ് ടൈപ്പിംഗിനുള്ള ഓപ്ഷൻ തുറക്കുന്നതായിരിക്കും. ഈ ഓപ്ഷനിൽ മുകളിൽ ഇംഗ്ലീഷ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു തുറന്നു വരികയും അതിൽ വിവിധ ഭാഷകൾ കാണിച്ചിരിക്കുന്നതായും കാണാം. താഴേക്ക് സ്ക്രോൾ ചെയ്ത് മലയാളം ഭാഷ സെലക്ട് ചെയ്യുക. അതിനുശേഷം മൗസ് ഉപയോഗിച്ച് ഈ കാണിച്ചിരിക്കുന്ന മൈക്രോഫോണിന്റെ ചിത്രത്തിന്മേൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡിലെ കൺട്രോൾ ഷിഫ്റ്റ് എസ് എന്നീ കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്താലും വോയിസ് ടൈപ്പിംഗ് എനേബിൾ ആകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഹെഡ്ഫോൺ ഉപയോഗിച്ചോ മൈക്രോഫോൺ ഉപയോഗിച്ചു നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള മാറ്ററുകൾ വായിക്കാവുന്നതാണ്. ആ നിമിഷം തന്നെ അത് ഗൂഗിൾ ഡോക്സിൽ നിങ്ങളുടെ വോയിസ് ടൈപ്പ് ചെയ്തു വരുന്നത് കാണാം. നിങ്ങൾ വായിക്കുന്ന മാറ്ററിൽ ഇംഗ്ലീഷ് പദങ്ങൾ വരികയാണെങ്കിൽ അത് മാനുവലായി ടൈപ്പ് ചെയ്യുവാനും സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ടൈപ്പിംഗ് എഫിഷ്യൻസി കൂട്ടുവാൻ സാധിക്കുന്നതാണ്.